ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 44-ാം വാക്യം. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. സ്നേഹമുള്ളവർ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട ഒരു വചനഭാഗമാണ്. നമ്മൾ ദൈവം തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? എൻ്റെ വാക്കിലല്ല, മറിച്ച് എൻ്റെ പ്രവൃത്തിയിലാണ്. നല്ല ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മളായിരിക്കുന്ന ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയും ഇത് തന്നെയാണ്. ഫലം പുറപ്പെടുവിക്കാൻ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മക്കളോടായിക്കൊള്ളട്ടെ, മറ്റുള്ളവരോടായിക്കൊള്ളട്ടെ, ഒത്തിരിയേറെ നന്മകൾ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന നന്മകളൊന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ നല്ല ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. സ്നേഹമുള്ളവരെ, അങ്ങനെ ഫലം പുറപ്പെടുവിക്കാതെ എത്ര പറഞ്ഞാലും ദൈവസന്നിധിയിൽ നമുക്ക് വിലയില്ല എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം. ദൈവം നോക്കുന്നത് എൻ്റെ വാക്കിലേക്കല്ല, മറിച്ച് എൻ്റെ പ്രവൃത്തിയിലേക്കാണ്. നല്ല ഫലം പുറപ്പെടുവിക്കുമ്പോഴാണ് ദൈവത്തിന് മുൻപിൽ എനിക്ക് സ്വീകാര്യത ഉണ്ടാകുന്നത്. മറ്റു വ്യക്തികൾ എന്നെ ബഹുമാനിക്കുന്നത് എപ്പോഴാണ്? ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ്. പലപ്പോഴും ഈ പറച്ചൊരു സൈഡിൽ കിടക്കും, എൻ്റെ ജീവിതം വേറൊരു വഴിക്ക് പോകും. ഇഷ്ടംപോലെ നന്മകൾ പറയും, പക്ഷേ ഞാൻ തോന്നിയ വഴിയെ പോയി എൻ്റെ സുഖങ്ങളുടെ പിന്നാലെ ഓടുന്ന വ്യക്തികളായിട്ട് ഞങ്ങൾ മാറുക. സ്നേഹമുള്ളവരെ, അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ദൈവത്തിൻ്റെ മുൻപിൽ വിലയില്ല എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമുണ്ടായിരിക്കണം. ഞാൻ പറയുന്നത് പ്രവർത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കണം. നല്ല ഫലം പുറപ്പെടുവിക്കുമ്പോഴാണ് മറ്റുള്ളവർക്കും ദൈവത്തിൻ്റെ മുൻപിലും എനിക്ക് സ്വീകാര്യത ലഭിക്കുന്നത്. ഈ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ഇഷ്ടംപോലെ ത്യാഗം ഏറ്റെടുക്കാനായിട്ട് പറ്റും, അല്ലേ? ഒരു വൃക്ഷത്തിൽ നിന്ന് ഫലം ലഭിക്കുന്നത് എപ്പോഴാണ്? ഇഷ്ടംപോലെ കഠിനാധ്വാനമുണ്ട്, വർഷങ്ങളോളം കാത്തിരിക്കണം. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ നല്ല ഫലം പുറപ്പെടുവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു മരം വെച്ച് പിറ്റേ ദിവസം ഫലമൊന്നും കിട്ടത്തില്ല. കഷ്ടപ്പെട്ടില്ലേലും നല്ല ഫലം ലഭിക്കത്തില്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് എൻ്റെ ജീവിതം നന്മ നിറഞ്ഞതാകണമെങ്കിൽ, നല്ല ഫലം പുറപ്പെടുവിക്കുന്നതാകണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കഷ്ടപ്പാടുകൾ സഹിക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കും. ആ ഫലത്തിൽ നിന്നാണ് എൻ്റെ ദൈവം എന്നെ വിലയിരുത്തുന്നത്, എൻ്റെ വാക്കിൽ നിന്നല്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം. നമ്മുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവും ഇല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോണം, ദൈവത്തിന് മുമ്പിൽ എനിക്ക് സ്വീകാര്യത ലഭിക്കത്തില്ല. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട്, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നല്ല ഫലം പുറപ്പെടുവിക്കുവാനായിട്ട്, ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട്, വിശ്വസ്തരായിട്ട് വിശുദ്ധരായി ജീവിച്ച് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.